നമസ്കാരം. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനെതിരെ നടത്തിവരുന്ന അന്വേഷണത്തിനിടെ പുറത്തുവന്ന ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ CMRL കമ്പനിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. കരിമണൽ ഖനനത്തിന് കേരളത്തിന്റെ തീരദേശത്ത് നിന്നും വ്യാപകമായി കരിമണൽ ഉപയോഗപ്പെടുത്താൻ കേരള സർക്കാർ അനധികൃതമായി അനുമതി നൽകുകയായിരുന്നു. ഇതിനുള്ള പാരിതോഷികമായിട്ടാണ് പിണറായിയുടെ പ്രൈവറ്റ് ഖജനാവിലേക്ക് മകൾ വീണ വഴി, എടുത്തു പറഞ്ഞാൽ എക്സോലോജിക് എന്ന കമ്പനിയുടെ ഇടപാട് വഴി മാസപ്പടി എത്തിയത്. കേരളത്തിലെ തീരദേശത്തെ കരിമണൽ വിൽക്കുന്ന ഏറ്റവും വലിയ കുംഭകോണമാണ് മാസപ്പടി ഇടപാടിന് പിന്നിൽ നടന്നിരിക്കുന്നത്. CMRLൽ നടക്കുന്ന വ്യാവസായിക ഇടപാടുകൾ അറിയാൻ വ്യവസായ മന്ത്രി P രാജീവിനെയാണ് പുതിയ പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ചുമതലപ്പെടുത്തിയത്. കേന്ദ്ര സർക്കാരിന്റെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന KMML എന്ന സ്ഥാപനത്തെ തകർക്കാൻ കൂടിയായിരുന്നു സമാന്തര സ്ഥാപനം കർത്തയെ മുന്നിൽ കണ്ട പ്രവർത്തനം തുടങ്ങുന്നത്. CMRL എന്ന സ്ഥാപനത്തിൽ കർത്ത വെറും ബിനാമിയാണെന്നാണ് പുറത്തുവരുന്ന വിവരം. അമ്മയുടെ പെൻഷൻ കാശുകൊണ്ട് തുടങ്ങിയെന്ന പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞ എക്സോലോജിക് കമ്പനിയുടെ ഉടമയും AKG സെന്ററിലെ മേൽവിലാസക്കാരിയുമായ വീണയായിരുന്നു ഈ കമ്പനിയുടെ ഇടപാടുകൾ പരിശോധിച്ചു വന്നിരുന്നത്. അതേസമയം മുഖ്യമന്ത്രി വഴിയുള്ള കാര്യസാധ്യത്തിന് മാസപ്പടി വാങ്ങിയ സംഭവത്തിൽ എക്സോലോജിക് കമ്പനി കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ അറസ്റ്റ് ഭയന്നായിരുന്നു. കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് വീണ വിജയൻ മാസപ്പടി പറ്റിയ വിഷയത്തിൽ എക്സോലോജിക്കിനോ വീണയ്ക്കോ SFIയോ ഇതുവരെ നോട്ടീസ് നൽകാതിരിക്കെയാണ് അറസ്റ്റ് ഭയന്ന് വീണ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതോടെ ഇപ്പോൾ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുക കൊണ്ടാണ് എക്സോലോജിക് തുടങ്ങിയതെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി 1 ലക്ഷം രൂപയും വായ്പ കിട്ടിയ 78 ലക്ഷവുമാണ് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നുണ്ട്. പരാതിക്കാരൻ ഷോൺ ജോർജ് ഈ രേഖകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. അങ്ങനെയെങ്കിൽ നിക്ഷേപം ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് കിട്ടിയെന്ന് വീണ പറയേണ്ടതാണ്. പണത്തിന്റെ സ്രോതസ് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ എല്ലാം കളവാണെന്ന് വ്യക്തമാകും. KSIDCയിൽ നിന്നും CMRLൽ നിന്നും SFIO ശേഖരിച്ച രേഖകളെല്ലാം വീണയ്ക്ക് എതിരായിട്ടുള്ളതാണ്. എക്സോലോജിക് തട്ടിപ്പ് നടത്തിയെന്ന് SFIO കണ്ടെത്തിയാൽ വീണയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ, ഭാര്യ കമല, വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ്, വ്യവസായ മന്ത്രി P രാജീവ് എന്നിവർക്ക് കുരുക്ക് പൂർത്തിയാവുകയാണ്. SFIO ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യലിന് ഇവർ ഹാജരാകണം. ഇത് തീർത്തും മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ പിണറായി രംഗത്തിറക്കിയത്. SFIO അന്വേഷണത്തിനെതിരെ KSIDC കേരള ഹൈക്കോടതിയെ സമീപിച്ചപ്പോൾ അന്വേഷണത്തെ തടയാൻ കോടതി തയ്യാറായില്ല. കരിമണൽ കമ്പനിയിൽ നിന്നും നൽകാത്ത സേവനത്തിന്റെ പേരിൽ 1.72 കോടി രൂപയാണ് എക്സോലോജിക് വാങ്ങിയിരിക്കുന്നത്. 2017-2020 കാലഘട്ടത്തിലാണ് മാസപ്പടിയായി ഇത് വാങ്ങിയത്. ആദായ നികുതി തർക്കപരിഹാര ബോർഡാണ് ആദ്യം ഈ ഇടപാട് കണ്ടെത്തുന്നത്. വീണയുടെ എക്സോലോജിക്കിനെതിരായ SFIO അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ അഡ്വക്കേറ്റ് മനു പ്രഭാകർ കുൽക്കർണി മുഖേനയാണ് ഹർജി നൽകിയിട്ടുള്ളത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഡയറക്ടറും കേന്ദ്ര സർക്കാരുമാണ് കേസിലെ എതിർകക്ഷികൾ. ഹർജി വ്യാഴാഴ്ച കോടതി പരിഗണിക്കുന്നുണ്ട്. നന്ദി.